എറണാകുളം പാലാരിവട്ടം ജംഗ്ഷനിൽ 41 ഗ്രാം MDMA-യുമായി നേപ്പാൾ പൗരന്മാർ പിടിയിൽ. മോനിഷ മെഹബൂബ, പൊഖറയിൽ ടിക്കാറൻ എന്നിവരാണ് പിടിയിലായത്. എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്യാം, ഗുഡ് ഈവനിംഗ്. കൊച്ചിയിൽ വലിയ തോതിലുള്ള പരിശോധന കുറേ നാളുകളായി നടക്കുന്നുണ്ട്. ആ പരിശോധനയുടെ ഭാഗമായി ദിവസേന പലരും പിടിയിലാകുന്നുണ്ട്. ഇപ്പോൾ ഈ 41 ഗ്രാം MDMA-യുമായി നേപ്പാൾ പൗരന്മാരാണ് പിടിയിലായതെന്ന് മനസ്സിലാക്കുന്നു. ഇവർ സ്ഥിരമായി ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നവരാണോ? ഇവർക്ക് എവിടെ നിന്ന് ഇത് ലഭിക്കുന്നു എന്നതിൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കൃഷ്ണ, ബാംഗ്ലൂരിൽ നിന്ന് MDMA-യുമായി വന്ന നേപ്പാളി പൗരന്മാരായ രണ്ടുപേരെയാണ് പാലാരിവട്ടം ബൈപ്പാസിൽ വെച്ച് പോലീസ് സംഘം പിടികൂടുന്നത്. ഇവർ സഞ്ചരിച്ച വാഹനം നിർത്താതെ പോകാൻ ശ്രമിക്കുകയായിരുന്നു. പോലീസ് ബലപ്രയോഗത്തിലൂടെയാണ് രണ്ടുപേരെയും പിടികൂടിയത്. തുടർന്നുള്ള പരിശോധനയിലാണ് 41 ഗ്രാമിലധികം MDMA ഇവരുടെ കൈവശം ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. കൊച്ചിയിൽ തന്നെ നൈറ്റ് പാർട്ടികളിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMA ആണ് ഇരുവരിൽ നിന്നും പിടികൂടിയതെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യൽ പ്രതികളെ നടത്തണമെങ്കിൽ മാത്രമേ മുൻപും ഇത്തരത്തിൽ ലഹരി കച്ചവടത്തിന് വേണ്ടി കൊച്ചിയിൽ എത്തിയിരുന്നോ എന്നതടക്കമുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. രണ്ട് വിദേശ പൗരന്മാരാണ് കൊച്ചിയിൽ ഇപ്പോൾ ഈ ലഹരി കച്ചവടത്തിന് എത്തുകയും അതിനിടയിൽ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വിശദമായ അന്വേഷണത്തിന് വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ക്രിസ്റ്റീന. ശരി, വിദേശ പൗരന്മാർ പ്രതികളാകുന്ന ലഹരിക്കടത്ത് കേസ്, ലഹരി വിൽപ്പന കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇവർക്ക് ഇത് എവിടെ നിന്ന് ലഭിക്കുന്നു, അതിന്റെ ഒരു ഉറവിടം കണ്ടെത്തുകയും അതിന് പൂർണ്ണമായ പരിഹാരം തേടുകയും ചെയ്യുക എന്ന ശ്രമത്തിലാണ് അന്വേഷണ സംഘങ്ങളും. കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.